ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്, 5ാമത്തെ മൊഡ്യൂള്, ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ 100 വട്ടം ആലോചിക്കണം നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ്, അതുതന്നെയാണ് ഡിസിഷൻ തിയറിയിലും പറയുന്നത്. നമ്മൾക്ക് ഒരു ഗോളുണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളൊരു സെർട്ടൻ ഡിസിഷൻ എടുക്കണം. പക്ഷേ വെറുതെ ഒരു ഡിസിഷൻ എടുത്താൽ പോരാ, ആ ഡിസിഷൻ ഏറ്റവും ആക്യുറേറ്റ് ആയിരിക്കണം, ഏറ്റവും കറക്റ്റ് ആയിരിക്കണം. സോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സല്ല. സോ അവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളുടെയൊക്കെ ബേസിൽ വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനുള്ളത്. അതിനെക്കുറിച്ച് വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. സോ ഡിസിഷൻ തിയറി ഈസ് ദ തിയറി അബൌട്ട് ടേക്കിംഗ് ഡിസിഷൻ. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കറക്റ്റ് ഒരു ഒപ്റ്റിമൽ ഡിസിഷൻ കണ്ടുപിടിക്കുന്നതാണ് ഡിസിഷൻ തിയറി. ഇനി എന്താണ് ഈ ഒപ്റ്റിമൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫേമുണ്ട്. അവിടെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമെന്നാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യണം, അവിടുത്തെ കോസ്റ്റ് കൺസിഡർ ചെയ്യണം. സോ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഡിസിഷൻ എടുക്കുക, അതൊരു ഈസി ടാസ്ക് അല്ല. അവിടെ നമുക്ക് കുറേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ഈ ഡിസിഷൻ തിയറിയിൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡിസിഷൻ തിയറിയിൽ കുറേ സ്റ്റെപ്പുകളുണ്ട്, അതുപോലെ തന്നെ കുറേ ടേംസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ടേമാണ് ഡിസിഷൻ മേക്കർ. ആരാണ് ഡിസിഷൻ മേക്കർ? പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഡിസിഷൻ എടുക്കുന്ന ആളെയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡിസിഷൻ മേക്കർ എന്ന് പറയുക. സോ ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മളാണ് ഡിസിഷൻ മേക്കർ, നമ്മളാണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ, ഓൾട്ടർനേറ്റീവ്സ്. അതായത് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവാം. ഇന്നത് ചെയ്തിട്ട് നമ്മളുടെ ഗോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗോള് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ. സോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന്, പ്രൊഡക്ഷൻ കൂട്ടാം. രണ്ടാമത്തെ ഓപ്ഷൻ കോസ്റ്റ് കുറയ്ക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ലേബറിൻ്റെ എണ്ണം കുറയ്ക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ. ഇതിനെ ഓരോന്നിനെയും നമ്മൾ പറയുന്നതാണ് ഓൾട്ടർനേറ്റീവ്. അതായത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ആ ഓപ്ഷൻസിനെയൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ, ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്, അതിനെയാണ് നമ്മൾ ഇവൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കർ ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു, ആ ഓൾട്ടർനേറ്റീവ് അപ്ലൈ ചെയ്തു, എന്നിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടി, അതിനെ നമ്മൾ ഇവൻറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അൺസർട്ടനിറ്റി. ഈ വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. അതായത് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. നമുക്ക് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അത് മേ ഓർ മേ നോട്ട് ബി കറക്റ്റ് ആവും. സോ ദർ വിൽ ബി ആൻ അൺസർട്ടനിറ്റി, അവിടെ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ടാവും. ഇനി അടുത്ത 3 ടേംസാണ് നമുക്ക് അത്ര പരിചിതമല്ലാത്ത ടേംസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസിഷൻ മെട്രിസസ്. ഡിസിഷൻ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ടാബുലർ ഫോർമാറ്റ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എഗെയിൻസ്റ്റ് ദി പോസിബിൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ആ ഓൾട്ടർനേറ്റീവ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് ടാബുലർ ഫോമിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസിഷൻ മെട്രിസസ് എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം, ലേബർ കുറയ്ക്കാം, പ്രൊഡക്ഷൻ കൂട്ടാം, അങ്ങനെ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ ഓൾട്ടർനേറ്റീവ്സിനെയൊക്കെ ഒരു ടാബുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസിഷൻ മെട്രിക്സ് എന്നാണ് പറയാം. നെക്സ്റ്റ്, പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മെട്രിക്സിനെ പോലെ തന്നെയാണ്, പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ
എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് എല്ലാത്തിനെയും മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പേ ഓഫ് ടേബിൾ എന്നാണ് പറയുക. നെക്സ്റ്റ് റിഗ്രറ്റ് ടേബിൾ. റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേ ഓഫ് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ അവിടെ റിഗ്രറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിൽ കോൾഡ് റിഗ്രറ്റ് ടേബിൾ. സോ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറിയിൽ ഇത്രയും ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടത്. സോ നെക്സ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമുക്ക് ഡിസിഷൻ വെറുതെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, അതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോസസ്സാണ് ഐഡൻറ്റിഫൈ ദി ഡിസിഷൻ, അല്ലേ? സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് നമ്മുടെ റിയൽ പ്രോബ്ലം, എന്ത് പ്രോബ്ലത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഡിസിഷൻ, അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഡിസിഷൻ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് ഗ്യാദർ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഈ ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ മാക്സിമം ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സോ നമുക്ക് കിട്ടാവുന്ന അത്രയും ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക റിലേറ്റഡ് ടു ദ ഡിസിഷൻ. അതായത് നമുക്കിപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വെറുതെ അങ്ങോട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻ നോക്കണം, ടെക്നോളജിക്കൽ ചേഞ്ച് നോക്കണം, ഗവൺമെൻറ് പോളിസി നോക്കണം. സോ ഇതൊക്കെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. നെക്സ്റ്റ് വണ്ണാണ് ഐഡൻറ്റിഫൈ ദി ഓൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മൾ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടാവാം. എങ്ങനെ പോയിട്ട് നമ്മൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നമ്മുടെ ഡിസിഷൻ കറക്റ്റായിട്ട് ഗോൾ അച്ചീവ് ചെയ്യണം. സോ അതിന് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി വെയ്റ്റ് ദി എവിഡൻസ്. ഇവിടെയാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേത് ഓൾട്ടർനേറ്റീവാണ് ബെസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ഏത് ഓൾട്ടർനേറ്റീവ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഓൾട്ടർനേറ്റീവിലെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് അത്ര ഈസി പ്രോസസ്സല്ല. നമുക്ക് അവിടെ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, കോസ്റ്റ് കൺസിഡർ ചെയ്യണം, ലീഗൽ ഫോർമാറ്റുകൾ, പോളിസികൾ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അതിലെ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ഏതാവും എന്ന് നോക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി അതിൽ വീണ്ടും നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കി, ഓരോ ഓൾട്ടർനേറ്റീവ്സും മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് ചൂസ് എമംഗ് ഓൾട്ടർനേറ്റീവ്സ്. ഇതിൻ്റെ ഒക്കെ ബേസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ടേക്ക് ആക്ഷൻ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു, അതിൻ്റെ ബേസിൽ ഡിസിഷൻ എടുത്തു. ഇനി സിക്സ്ത് സ്റ്റെപ്പിലാണ് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ള സ്റ്റേജ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണി തീർന്നില്ല. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്, റിവ്യൂ ദ ഡിസിഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. നമ്മളെടുത്ത ഡിസിഷൻ കറക്റ്റാണോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഉണ്ട് അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കണം. സോ ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.